മാസങ്ങൾക്ക് ശേഷമാണ് സങ്കീർത്തനം വായിച്ചൊരു ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ തയ്യാറാകുന്നത്. അതിനുവേണ്ടി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനമാണ്. 23-ാമത്തെ സങ്കീർത്തനം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കാണാതെ അറിയാവുന്ന സങ്കീർത്തനമാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ചെറുപ്രായം മുതലേ അവരെ കാണാതെ പഠിപ്പിക്കുന്നൊരു സങ്കീർത്തനം കൂടിയാണ് 23-ാം സങ്കീർത്തനം. നമ്മുടെ സൺഡേ സ്കൂളിലും കുഞ്ഞുങ്ങൾക്കിടയിലും ഒക്കെയുള്ള ശുശ്രൂഷയിൽ ഈ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ് ഈ സങ്കീർത്തനത്തിലുടനീളം കാണുന്നത്. ഇവിടെ പ്രധാനമായും ഒരു ശ്രേഷ്ഠ ഇടയനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. ശ്രേഷ്ഠ ഇടയനായ കർത്താവിനെക്കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ വാക്യം തന്നെ വായിക്കുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു. എന്നാൽ ഈ സങ്കീർത്തനം ഒരു സാൻഡ്വിച്ച് പോലെയാണ്. 2 സങ്കീർത്തനങ്ങൾക്കിടയിലാണ് ഈ സങ്കീർത്തനം സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം 22-ാമത്തെ സങ്കീർത്തനവും 24-ാമത്തെ സങ്കീർത്തനവും. 22-ാമത്തെ സങ്കീർത്തനം ഒരു നല്ല ഇടയനെക്കുറിച്ചാണ് പറയുന്നത്. തങ്ങളുടെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന നല്ല ഇടയനെക്കുറിച്ച് 22-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. കർത്തുമേശ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ്. ഒരു നല്ല ഇടയൻ, തങ്ങളുടെ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകിയ ഒരു നല്ല ഇടയനെക്കുറിച്ച് 22-ാമത്തെ സങ്കീർത്തനം പറയുന്നു. എന്നാൽ 24-ാമത്തെ സങ്കീർത്തനത്തിൽ ഒരു രാജാവായ ഇടയനെക്കുറിച്ചാണ് പറയുന്നത്. രാജാവായ ഇടയനെക്കുറിച്ച് 24-ാം സങ്കീർത്തനം, ഹല്ലേലൂയ, പർവ്വതങ്ങൾ അല്ലെങ്കിൽ അവിടെ വായിക്കും, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്നുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു രാജാവായിരിക്കുന്ന ഇടയനെക്കുറിച്ച് നമ്മൾ 24-ാമത്തെ സങ്കീർത്തനത്തിൽ വായിക്കുന്നു. അപ്പോൾ 22-ാമത്തെ സങ്കീർത്തനവും 24-ാമത്തെയും സങ്കീർത്തനത്തിൻ്റെയും ഇടയിൽ കിടക്കുന്ന 23-ാമത്തെ സങ്കീർത്തനം പ്രൈസ് ദി ലോർഡ്, ശ്രേഷ്ഠ ഇടയനെക്കുറിച്ച്, ഗ്രേറ്റ് ഷെപ്പേർഡിനെ കുറിച്ച് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 22-ാമത്തെ സങ്കീർത്തനം ഗുഡ് ഷെപ്പേർഡിനെ കുറിച്ച് പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, 24-ാമത്തെ സങ്കീർത്തനം ദ ചീഫ് ഷെപ്പേർഡിനെ കുറിച്ച് പറയുമ്പോൾ, 23-ാമത്തെ സങ്കീർത്തനം ഡീൽസ് വിത്ത് ദ ഗ്രേറ്റ് ഷെപ്പേർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനത്തിൻ്റെ ഓരോ വാക്കുകളും വളരെ ചിന്തനീയവും ദൈവവചനത്തിൽ നമ്മളെ ഒത്തിരി ഉറപ്പിക്കുന്നതായ വാക്കുകളാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ സങ്കീർത്തനക്കാരനായ ദാവീദ് തന്നെ ഒരു ആടായിട്ടും അല്ലെങ്കിൽ ദൈവം മുമ്പാകെ ഒരു ആടായിട്ടും തന്നെ പരിപാലിക്കുന്ന ദൈവത്തെ ഒരു ഇടയനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ 2 ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് ഒരു ഇടയനും അപ്പോൾ തന്നെ ഒരു ആടും. പ്രൈസ് ദി ലോർഡ്. ഈ രാജാവായ അല്ലെങ്കിൽ ദാവീദ് തന്നെ ഒരു ആടായിട്ട് ചിത്രീകരിക്കുമ്പോൾ ദൈവത്തെ, ഹല്ലേലൂയ, താൻ സേവിക്കുന്ന ദൈവത്തെ ഒരു ശ്രേഷ്ഠ ഇടയനായി താൻ ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ദാവീദ് തൻ്റെ പ്രാരംഭ വാക്ക് തന്നെ പറയുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പല പ്രാവശ്യം ഓർപ്പിച്ചിട്ടുള്ളതാണ്, പഴയ നിയമത്തിൽ യഹോവ എന്നുള്ളത്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മോശയോട് ദൈവം സംസാരിച്ച അതേ പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു പദമാണ് യാഹ്വേ. പ്രൈസ് ദി ലോർഡ്. ചിലരതിനെ പഴയ നിയമത്തിൻ്റെ ദൈവം എന്നൊക്കെ പറയാറുണ്ട്. പഴയ നിയമത്തിലെ ദൈവമാണ് യഹോവ എന്നൊക്കെ പറയുന്ന ചില ദുരുപദേശമൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, സാക്ഷാൽ ദൈവത്തെ പ്രൈസ് ദി ലോർഡ് പഴയ നിയമത്തിൽ മോശ ദൈവത്തോട് ചോദിച്ചു, നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ മോശയോട് വെളിപ്പെടുത്തിയതാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു. അതേ പദത്തിൽ നിന്ന് ഉയർത്തിരിഞ്ഞു വന്നതാണ് യഹോവ അല്ലെങ്കിൽ യാഹ്വേ. അപ്പോൾ ഇവിടെ ദാവീദ് തൻ്റെ ദൈവത്തെ യഹോവ എന്ന നാമം കൊണ്ട് പ്രകീർത്തിക്കുമ്പോൾ തന്നെ താൻ പറയുന്നൊരു കാര്യമാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു. യഹോവ അല്ലെങ്കിൽ റോഹി, യഹോവ എൻ്റെ ഇടയനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ നമ്മൾ ആദ്യം പാടിയ പാട്ട് തന്നെ യഹോവ ഇരേ, ദാതാവാം ദൈവം, യഹോവ ശലോം, സമാധാനത്തിൻ്റെ ദൈവം, യഹോവ ഷമ്മ, കൂടെ ഇരിക്കുന്ന ദൈവം എന്നൊക്കെ, യഹോവ റാഫ, സൗഖ്യദായകൻ എന്നൊക്കെ പറയുന്ന എല്ലാ ക്വാളിറ്റീസും ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൽ ചിലത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയാൽ, ഹല്ലേലൂയ, ഒന്ന് യഹോവ എൻ്റെ ഇടയനാകുന്നു, യഹോവ റോഹി. പ്രൈസ് ദി ലോർഡ്. അടുത്തത് ഐ ഷാൽ നോട്ട് വാണ്ട്, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എന്താണ്? എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. യഹോവ ഇരേ. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വസ്ഥത
സ്വസ്ഥതയുള്ള, അല്ലെങ്കിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുടെ വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എ കൈൻഡ് ഓഫ് സ്റ്റിൽ വാട്ടർ ബ്രിങ്സ് എ പീസ്. യഹോവ ശാലോം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ താഴോട്ട് പോകും. പിന്നെ വായിക്കുമ്പോൾ എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. എ ഹീലിംഗ് ടച്ച്. യഹോവ റാഫ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ സങ്കീർത്തനം മുഴുവനും യഹോവയുടെ ക്വാളിറ്റീസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് കഴിയും. ഞാൻ അതിലേക്ക് ഈ രാത്രികാലം എൻ്റെ ചിന്തയെ കൊണ്ടുപോകുന്നില്ല. എന്നാൽ ഒരു കാര്യം ദാവീദ് വളരെ വ്യക്തമായി ഈ സങ്കീർത്തനത്തിൽ യഹോവയെ പ്രകീർത്തിക്കുന്നത്, യഹോവ റോഹി, ഹി ഈസ് മൈ ഷെപ്പേർഡ്. പ്രൈസ് ദി ലോർഡ്. യഹോവ എൻ്റെ ഇടയനാകുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം, യേശു തന്നെ ചിത്രീകരിച്ച ഒരു ഇമേജും ഏതിനോട് തുല്യമാണ്? ഇമേജ് ഓഫ് ഷെപ്പേർഡ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വിളിച്ചു പറയുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അപ്പോൾ യേശുവും തന്നോടൊപ്പം ചേർത്ത് നിർത്തിയ ഒരു പദമാണ് ഏത്? ഇടയൻ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ അതിൽ ചില ചിന്തകൾ ഈ രാത്രികാലം നിങ്ങളോട് പങ്കുവെക്കാം. ഇവിടെ ദാവീദ് താനൊരു ഈ ആടായിട്ടിരിക്കുമ്പോൾ താൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ആടായിരിക്കുന്ന തനിക്ക് ദൈവമുമ്പാകെ ലഭിച്ച ചില എക്സ്പീരിയൻസ് ആണ് അവിടെ പറയുന്നത്. ഈ ആടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ചിത്രം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ആടല്ല. പ്രൈസ് ദി ലോർഡ്. ചെമ്മരിയാടിനെയാണ് നിങ്ങൾ മനസ്സിൽ കാണേണ്ടത്. ചെമ്മരിയാടെന്ന് പറഞ്ഞാൽ എന്താണ്? ദേഹം മുഴുവൻ നല്ല രോമമുള്ള ഒരാടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പലസ്തീനിയൻ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശങ്ങളിലെല്ലാം ഇടയന്മാർ ആടുകളെ വളർത്തുമ്പോൾ ഈ ആടുകളെയാണ് കൂടുതൽ വളർത്തുന്നത്, അല്ലെങ്കിൽ ചെമ്പരിയാട്. അതിനുകൊണ്ട് ഒത്തിരി ഗുണമുണ്ട്. ഇതിൻ്റെ തോൽ കൊണ്ട് എന്ത് ചെയ്യും? തുണികൾ ഉണ്ടാക്കാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ആടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ചിത്രം നമ്മുടെ നാട്ടിൽ കാണുന്ന പറമ്പിക്കൂടെ നടക്കുന്ന ആടിനെ അല്ല നിങ്ങളുടെ മനസ്സിൽ കാണേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഈ ചെമ്മരിയാടിനെ നിങ്ങളുടെ മനസ്സിൽ കാണണം. പ്രൈസ് ദി ലോർഡ്. കാരണം ഇനി അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് താഴോട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ ആ ഇമേജ് നിങ്ങളുടെ മനസ്സിലോട്ട് തരുന്നത്. അപ്പോൾ ദാവീദ് തൻ്റെ എക്സ്പീരിയൻസ്, ഒരു ആടായിരിക്കുന്ന ദാവീദ് ദൈവം മുമ്പാകെ അല്ലെങ്കിൽ പാടുന്നൊരു പാട്ടാണ്, വാട്ട് ഹി എക്സ്പീരിയൻസ് ആസ് എ ഷീപ്പ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, he experienced a personal relationship with the shepherd. Praise the Lord. ആ ഇടയനുമായിട്ട് വളരെ പേഴ്സണലായിട്ടൊരു റിലേഷൻഷിപ്പിലാണ് താൻ ആ വാക്യം പറയുന്നത്. യഹോവ എൻ്റെ, the Lord is my shepherd. Praise the Lord. താൻ പറഞ്ഞില്ല യഹോവ ഇടയനാകുന്നുവെന്ന്. താൻ പറഞ്ഞില്ല യഹോവ നിങ്ങളുടെ ഇടയനാണെന്ന് പറഞ്ഞില്ല. താൻ പറഞ്ഞില്ല യഹോവ ആരുടെയെങ്കിലും ഇടയനാകുന്നു എന്നല്ല പറഞ്ഞത്. He was very confirmed that the Lord is my shepherd. So he feels that the shepherd is very personal to him. ആ ഇടയൻ തന്നോട് വളരെ അടുത്ത് നിൽക്കുന്ന, തന്നോട് വളരെ ഇൻറ്റിമേറ്റ് ആയിരിക്കുന്ന, he experienced a personal relationship with the shepherd. Praise the Lord. ആ ദാവീദ് തൻ്റെ ദൈവത്തെ കാണുന്നത് എന്നെ പരിപാലിക്കുന്ന, എന്നെ നടത്തുന്ന, എന്നെ പുലർത്തുന്ന എൻ്റെ ഇടയൻ. Praise the Lord. So we need to personalize our God as our own. Praise the Lord. എൻ്റെ ദൈവമെന്ന് പറയാൻ നമുക്ക് കഴിയണം. Praise the Lord. മറ്റാരുടെയെങ്കിലും ദൈവമായിട്ടല്ല, അവൻ എൻ്റെ ദൈവമാണ്, അവൻ എൻ്റെ ഇടയനാണ്, എൻ്റെ ജീവിതത്തിൽ എന്നെ നടത്താൻ കഴിവുള്ള എൻ്റെ ദൈവമാണ് ഞാൻ സേവിക്കുന്ന കർത്താവ്. Praise the Lord. മേ ബി അടുത്തത് താൻ പറയുന്നത് കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോയപ്പോൾ, ഇറ്റ് വാസ് നോട്ട് സിംപ്ലി എ പേഴ്സണൽ റിലേഷൻഷിപ്പ്, but the relationship was very precious. വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു ബന്ധമാണ്. കാരണം അവിടെ പറയുന്ന പദങ്ങൾ ഓരോന്ന് ശ്രദ്ധിച്ചാൽ, അടുത്തത് വായിച്ചത് ഇങ്ങനെയാണ്, എനിക്ക് മുട്ടുണ്ടാകയില്ല, ഐ ഷാൽ നോട്ട് വാണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകുകയില്ല. നോക്കിക്കേ, അവിടെ അടുത്ത വാക്യം വായിച്ച്, പച്ചയായ പുൽപ്പറങ്ങളിൽ എന്ത് ചെയ്യുന്നു? അവൻ എന്നെ കിടത്തി. He makes me to lie down in the green pastures. Praise the Lord. എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ഈ ആടുകൾക്കൊരു സ്വഭാവമുണ്ട്, ഈ ഷീപ്സ് എപ്പോഴും ഒരു ടെൻഡേർഡ് ലീവ്സ് ആണ് കഴിക്കുന്നത്. അല്ലാതെ നമ്മുടെ സാധാരണ മറ്റും മൃഗങ്ങൾ കഴിക്കുന്നത് പോലെയുള്ള മടിയായിട്ടുള്ളത്, മണ്ണ് വരേണ്ടത്, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും ഈ ഷീപ്സ് കഴിക്കാറില്ല. ഈ ആടുകൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആടുകളൊക്കെ ആണെങ്കിൽ നല്ല തോലൊക്കെ
വെട്ടിക്കൊടുത്താലേ ആട് എന്ത് ചെയ്യത്തുള്ളൂ, കഴിക്കത്തുള്ളൂ. സാധാരണ പശു ഒക്കെ തിന്നുന്ന പോലെ പോച്ചയൊക്കെ ഇങ്ങനെ മണ്ണിനകത്തുനിന്ന് വലിച്ചെടുത്ത് കഴിക്കത്തില്ല. സോ ദ ഷീപ്സ് ഓൾവേസ് വാണ്ട് എ ടെൻഡേർഡ് പ്ലാന്റ്സ് ആൻഡ് ലീവ്സ്. അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, പ്രൈസ് അവൻ എന്നെ പച്ചയായ പുൽപ്പറങ്ങളിൽ എന്ത് ചെയ്യുന്നു, നടത്തുകയല്ല, എന്താ കിടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ത് സൗകര്യമല്ലേ ആ ആടിന്, എന്ത് സൗകര്യമാണ്, കിടന്നാണ് കഴിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കിടന്നുകൊണ്ടാണ് കഴിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പൊതുവേ ഈ ആടുകൾ അല്ലെങ്കിൽ ആടുകളൊക്കെ എന്ന് പറയുന്നത് വളരെ വർണ്ണബിളായിട്ടുള്ളൊരു ജീവികളാണ്. മാന്, ആട് എന്നൊക്കെ പറയുന്നത്. അതിനൊരിക്കലും കിടന്ന് കഴിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? കാരണം നമുക്ക് ആടിനെ ശ്രദ്ധിച്ചാൽ അറിയാം, ദേ വിൽ ഓൾവേസ് പീപ്പ് സറൗണ്ടിങ്സ്. എന്തിനു വേണ്ടിയാ? എന്തെങ്കിലും ഒരു മൃഗം വന്ന് അവരെ ആക്രമിക്കുമോ, എന്തെങ്കിലും ഒരു അപകടമുണ്ടാകുമോ, ഇച്ചിരി ഒരു ഇല കഴിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ഒന്ന് നോക്കും. കാരണം that animal makes sure that animal is in a safe condition. ഒരു നല്ല സുരക്ഷിതമായ പ്രദേശത്താണ് നിൽക്കുന്നത് എന്നുള്ളത് എപ്പോഴും ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ആടുകൾ എന്ത് ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. കാരണം അതിനാവശ്യമാണ്. കാരണം അങ്ങനെ തന്നെ അത് പോയെങ്കിൽ മാത്രമേ മറ്റ് അപകടങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകുകയുള്ളൂ. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, the shepherd makes me to lie down and have my എൻ്റെ ഫുഡ്, എൻ്റെ ആഹാരം കിടന്നുകൊണ്ട് എനിക്ക് കഴിക്കാം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് shows an immense security that shepherd is offering to that animal. Praise the Lord. ഇടയൻ പ്രൈസ് തൻ്റെ ആടിന് കൊടുക്കുന്ന അൾട്ടിമേറ്റ് സെക്യൂരിറ്റിയാണ്. പ്രൈസ് നീ കിടന്ന് കഴിച്ചോ, പ്രൈസ് നീ കിടന്നോ, ഞാൻ നിനക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതുകൊണ്ട് ചുറ്റുമുള്ള വന്യജീവികളൊന്നും നിന്നെ ആക്രമിക്കത്തില്ല. നിനക്ക് നിൻ്റെ ആഹാരം കിടന്നുകൊണ്ട് കഴിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് തൻ്റെ എക്സ്പീരിയൻസ് ആസ് എ ഷീപ്പ് പറയുകയാണ്. ജീവിതത്തിൻ്റെ ചുറ്റുപാടിൽ ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിക്കുന്ന സമയത്താണ് ദാവീദ് ഇത് എഴുതുന്നത്. ദാവീദിൻ്റെ പിന്നാലെ ശൗൽ തന്നെ കൊല്ലുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, തന്നെ ആക്രമിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ഈ ദാവീദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൻ്റെ ഭരണകാലത്ത് അല്ലെങ്കിൽ തൻ്റെ വാഴ്ചയുടെ കാലത്ത് ഒരിക്കൽ പോലും സ്വസ്ഥമായിട്ടിരുന്ന് ഭരിച്ച ഒരു രാജാവല്ല. തന്നെ അഭിഷേകം ചെയ്ത സമയം മുതൽ തന്നെ ഡേവിഡ് വാസ് അണ്ടർ ത്രെറ്റ്. എപ്പോഴും ഒരു ത്രെറ്റിനകത്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും ഒരു ഭീഷണിക്കകത്ത് ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ആര്? ഈ ദാവീദ്. എന്നാൽ ദാവീദ് പറയുകയാണ്, എനിക്ക് ദൈവത്തിന് മുമ്പാകെ വരുമ്പോൾ എങ്ങനെയാണ്, ഹി വിൽ മേക്ക് മീ ടു ലൈ ഡൗൺ ആൻഡ് ഹാവ് മൈ ഫുഡ്. ഞാൻ കിടന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. സോ ഗോഡ് ഈസ് പ്രൊവൈഡിങ് എ സച്ച് ആൻ ഇമ്മൻസ് സെക്യൂരിറ്റി. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും മഹത്തായ സുരക്ഷിതത്വം ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചുറ്റുപാടും ഒത്തിരി പ്രതിസന്ധികളുടെ നടുവിലായിരിക്കും നാമും നിൽക്കുന്നത്. ചുറ്റുപാടും ഒത്തിരി ഈ ഡേഞ്ചേഴ്സിൻ്റെ ചുറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലിന് അവൻ ഒരുക്കുന്ന സുരക്ഷിതത്വം എന്ന് പറയുന്നത്, ഹി വിൽ മേക്ക് us to lie down and have our pastures. നമുക്ക് കിടന്നുകൊണ്ട് തന്നെ സുരക്ഷിതമായി തന്നെ അപകടങ്ങളൊന്നും കൂടാതെ ചുറ്റുപാടും പ്രതിസന്ധികൾ ഉയർന്നു നിൽക്കുകയാണെങ്കിലും ഒരു ദൈവ പൈതലിന് വിളിച്ചു പറയാൻ കഴിയും, ഐ ആം വെരി സേഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ കരത്തിൽ ഞാൻ വളരെ സുരക്ഷിതമാണ്. ഐ വിൽ മേക്ക് മീ ടു ലൈ ഡൗൺ ഇൻ ദ ഗ്രീൻ പാസ്റ്റേഴ്സ്. മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, അവിടെ ആ ഇടയൻ്റെ കരുതൽ മാത്രമല്ല, തൻ്റെ ആർദ്രത മാത്രം, തൻ്റെ കെയർ മാത്രമല്ല, ദാവീദ് പറയാണ്, ഹി ഈസ് വെരി തോട്ട്ഫുൾ ഫോർ മീ. എന്നെക്കുറിച്ച് വളരെ വിചാരപ്പെടുന്ന ഒരു ഇടയൻ കൂടിയാണ്. അടുത്ത വാക്യം പറയുന്നത്, ഹീ പ്രൈസ് ദി ലോർഡ്, അവൻ എന്നെ പ്രൈസ് ദി ലോർഡ് എവിടെ കൊണ്ടുവന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഹി ലീഡ്സ് മീ ബിസൈഡ് ക്വയറ്റ് വാട്ടേഴ്സ്. പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥമായി കിടക്കുന്ന നദിയുടെ തടാകത്തിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ അടികിലേക്ക് എന്നെ നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഷീപ്പ് എന്ന് പറയുന്നത്, ചെമ്മരിയാടെന്ന് പറയുന്ന ഈ ആട്, പ്രൈസ് ദി ലോർഡ്, അതിനെപ്പോഴും വലിയ ഇരച്ചു വരുന്ന വെള്ളവും ഒഴുക്കുള്ള വെള്ളവും പേടിയാണ്. കാരണം എന്താണെന്നറിയാമോ, എല്ലാ ആനിമൽസിനും ദൈവം നീന്താനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. എന്തറിയാമോ നിങ്ങൾക്ക്? ആനയ്ക്കാണെങ്കിൽ എന്തുണ്ട്?
നീന്താൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അവിടെ സീതത്തോട് അല്ലെങ്കിൽ ചിറ്റാർ ആ ഭാഗത്തൊക്കെ പോയാൽ ആനയൊക്കെ ഈ വെള്ളത്തിൽ കൂടെ നീന്തുന്നത് കാണാം. വലിയ ആനകൾ വലിയ ആറ്റിൻ്റെ കുറുകെ നീന്തുന്നത് കാണാം. സോ എല്ലാ മൃഗങ്ങൾക്കും ബൈ ഇൻസ്റ്റിങ്ക്റ്റ് എന്തുണ്ട്? നീന്താനുള്ള കഴിവുണ്ട്. എന്നാൽ ഈ ചെമ്മരിയാടിന് നീന്താൻ കഴിവുണ്ടെങ്കിലും അതിന് നീന്താൻ പറ്റത്തില്ല. എന്താ കാരണം എന്നറിയാമോ? അതിൻ്റെ ദേഹം മൊത്തം എന്താണ്? ഇങ്ങനെ സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഈ രോമം ഉള്ളതുകൊണ്ട് വെൻ ഇറ്റ് സോക്സ് ഇൻ ടു ദി വാട്ടർ, വെള്ളത്തിലോട്ട് വീണാൽ എന്ത് പറ്റും? അത് കുതിർന്ന് അതിൻ്റെ ഭാരം കൊണ്ട് അത് മുങ്ങി താഴോട്ട് പോകും. അതുകൊണ്ട് ഈ ആടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ദാറ്റ് കൈൻഡ് ഓഫ് ഗോഡ്സ് ഷീപ്സ് മേക്ക് എ തിങ് വെരി ക്ലിയർ ദാറ്റ് they will not enter into a kind of a stream, running water, അല്ലെങ്കിൽ വലിയ അരുവികൾ, കുത്തി ഒഴുകുന്ന വെള്ളമുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ വലിയ കറണ്ട് ഉള്ളിടത്തോട്ട് എന്ത് ചെയ്യത്തില്ല, ഈ ആടുകൾ പോകത്തില്ല. കാരണം അതിന് പേടിയാണ്. അവിടെ എങ്ങാനും പോയി കാല് തെറ്റി വീണാൽ ചത്തുപോകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് this kind of sheep always prefer to drink water from a still water. Praise the Lord. Quiet water. അനങ്ങാതെ കിടക്കുന്ന ജലത്തിൻ്റെ അടുക്കൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ ആടുകൾ വെള്ളം കുടിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നോക്കിക്കേ, ഈ ദാവീദ് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, എൻ്റെ അവസ്ഥ കണ്ടിട്ട്, എൻ്റെ അവസ്ഥ സാഹചര്യം കണ്ടിട്ട് എന്നെ ദൈവം എവിടെയാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്? സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്ത്. കാരണം ദൈവത്തിന് അറിയാം, ഹി ഈസ് വെരി തോട്ട്ഫുൾ ദാറ്റ്, പ്രൈസ് ദി ലോർഡ്, കുത്തി ഒഴുകുന്ന വെള്ളത്തിൻ്റെ അരികിലത്ത് പോയാൽ നീ ഒരു പക്ഷേ അതിനകത്ത് അകപ്പെടും, നീ അതിനകത്ത് വീഴും, നിനക്ക് അപകടം സംഭവിക്കും എന്ന് ദൈവത്തിന് അറിയാമെന്നതുകൊണ്ട് ദൈവം നിന്നെ നിർത്തുന്നത് എവിടെയാ? നിനക്ക് കൊടുക്കുന്ന വെള്ളം എവിടുന്നാണ് കിട്ടുന്നത്? സ്വസ്ഥമായി കിടക്കുന്ന ജലത്തിനരികത്ത് നിന്ന് നിനക്ക് വെള്ളം തരാൻ കഴിവുള്ള ദൈവം. അങ്ങനെയെങ്കിൽ ഹി ഈസ് വെരി തോട്ട്ഫുൾ ഫോർ അസ്. ഹി ഈസ് വെരി തോട്ട്ഫുൾ ഫോർ അസ്. എന്നെക്കുറിച്ച് ദൈവത്തിന് നല്ല വിചാരമുണ്ട്. കാരണം ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ അപകടത്തിലേക്ക് ചെന്നുപെടാൻ പറ്റുന്ന ഇടങ്ങളുണ്ട്, അപകടത്തിലേക്ക് ചെന്ന് പതിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ എൻ്റെ ദൈവം എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വസ്ഥമായ ഇടങ്ങളിൽ മാത്രമേ എന്നെ നടത്തുകയുള്ളൂ. ഹല്ലേലൂയ. കാരണം പ്രൈസ് ദി ലോർഡ്, അവിടെ എനിക്ക് സമാധാനത്തോടെ നിൽക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രികാലം കർത്താവ് നമ്മെക്കുറിച്ച് വളരെ വിചാരപ്പെടുന്നുണ്ട്. നാം ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാകാം, എൻ്റെ ജോലി പോയല്ലോ, എനിക്ക് രോഗം പിടിച്ചല്ലോ, എനിക്ക് പ്രയാസമുണ്ടല്ലോ, എനിക്ക് കടംഭാരമുണ്ടല്ലോ, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, ഞാൻ വിചാരിച്ചതുപോലെയൊന്നും ജോലി ശരിയായില്ലല്ലോ, ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, എനിക്കൊത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിച്ചാലും ഇന്ന് രാത്രികാലം ഒരു കാര്യം ശക്തമായി വിളിച്ചു പറയാം, ഹി ഈസ് വെരി തോട്ട്ഫുൾ ഫോർ അസ്. അവൻ നമുക്ക് വേണ്ടി നന്നായി നമ്മെ അറിയുന്ന ദൈവമാണ്. നമ്മെ എവിടെ നിർത്തണമെന്ന് ദൈവത്തിന് അറിയാം. സ്വസ്ഥമായിരിക്കുന്ന വെള്ളത്തിന് അരികത്താണ് അവൻ നമ്മെ പ്ലേസ് ചെയ്യുന്നത്. ദൈവത്തിന് അറിയാം, കുത്തിയൊഴുകുന്ന വെള്ളത്തിനടുക്കിലേക്ക് വിട്ടാൽ അവനകത്ത് അകപ്പെട്ടു പോയി അപകടം സംഭവിക്കുമെന്ന്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഭാരപ്പെടുന്നത് എങ്ങനെയായി തീരുമെന്നല്ലേ, നാം ഭാരപ്പെടുന്നത് എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്നല്ലേ. എന്നാൽ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മെ ഉറപ്പിക്കുന്നത്, ഹി ഈസ് വെരി മൈൻഡ്ഫുൾ, ഹി ഈസ് വെരി തോട്ട്ഫുൾ. അവൻ നമ്മെക്കുറിച്ച് നന്നായി കരുതുന്ന ദൈവമാണ്. എൻ്റെ അപകടം എന്താണെന്ന് ദൈവത്തിനറിയാം. ഞാൻ വീണു പോകാൻ പോകുന്ന സാഹചര്യം ഏതാണെന്ന് ദൈവത്തിന് അറിയാം. ഞാൻ എവിടെ അകപ്പെട്ടു പോകുമെന്നുള്ളത് നന്നായി എൻ്റെ ദൈവത്തിനറിയാം. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ വളരെ ഭാരത്തോടെ പ്രയാസത്തോടെയാണ് ഇരിക്കുന്നത്. നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ കർത്താവ് എന്നെക്കുറിച്ച് വിചാരപ്പെടുന്നില്ലയോ എന്ന് വിചാരിക്കുന്നുണ്ട്. കർത്താവിന് എന്നെക്കുറിച്ച് ഒരു മൈൻഡില്ലേ, കർത്താവ് എന്നെ മൈൻഡ് ചെയ്യുന്നില്ലയോ, കർത്താവ് എന്നെ ശ്രദ്ധിക്കുന്നില്ലയോ, കർത്താവിന് എന്നെക്കുറിച്ച് ഒരു ആഗ്രഹമില്ലയോ, കർത്താവിന് എന്നെക്കുറിച്ച് വിചാരപ്പില്ലയോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ഈ സങ്കീർത്തനം നമ്മെ ഓർപ്പിക്കുന്നത്, ഹി ഈസ് വെരി തോട്ട്ഫുൾ. അവൻ അറിയാം എന്നെ എവിടെ നിർത്തണമെന്ന്. സ്വസ്ഥമായ വെള്ളത്തിനരികത്ത് നിർത്താൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. സോ ഹല്ലേലൂയ. ഈ ഇടയൻ, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ഈ ആട്, ദാവീദ് ദൈവസന്നിധിയിൽ പാടുകയാണ്, പ്രൈസ് ദി ലോർഡ്, അവൻ എന്നെക്കുറിച്ച് വളരെയധികമായി വിചാരപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ഈ സങ്കീർത്തനം വീണ്ടും താഴോട്ട് വായിച്ചു വരുമ്പോൾ, ദാറ്റ് ഷീപ്പ് അല്ലെങ്കിൽ ദാവീദ്, ഹി എക്സ്പീരിയൻസ് എ പ്രൊഫൗണ്ട് റിലേഷൻഷിപ്പ്. ഒരു പ്രഷ്യസ് റിലേഷൻഷിപ്പ് മാത്രമല്ല, ഏറ്റവും പ്രൊഫൗണ്ടായിട്ടൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് താൻ പറയുന്നത്, അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം നീതിപാതകളിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ജീവനെ നൽകാൻ കഴിയുന്ന.
Praise the Lord. He restores my soul. Praise the Lord. He guides me in the paths of righteousness for His name's sake. He restores my soul. എൻ്റെ ജീവനെ എനിക്ക് തിരികെ തരുന്നു. He restores my soul. Hallelujah. എൻ്റെ പ്രാണൻ, praise the Lord, എൻ്റെ ജീവനെ അവൻ തണുപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, hallelujah, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവൻ എനിക്ക് വേണ്ടി തന്നതുകൊണ്ടാണ് എൻ്റെ പ്രാണൻ ഇന്ന് ജീവിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രികാലം ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. ഒരുവൻ എനിക്ക് വേണ്ടി ജീവൻ തന്നതുകൊണ്ടാണ് ഞാൻ ഈ പകൽക്കാലം ഈ രാത്രിയിൽ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. ഒരുവൻ എനിക്ക് വേണ്ടി ജീവനെ പകർന്നു തന്നതുകൊണ്ടാണ്, ഒരു ഇടയൻ തൻ്റെ ജീവൻ എനിക്ക് വേണ്ടി തന്നതുകൊണ്ടാണ് നമുക്കിന്ന് ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞത്. So that is a very profound relationship. ഒരു ഇടയനും തൻ്റെ ആടിന് വേണ്ടി ഒരുപക്ഷെ ജീവൻ കൊടുക്കണമെന്നില്ല. എന്നാൽ നമ്മുടെ ശ്രേഷ്ഠ ഇടയൻ, the great shepherd that we serve, നമ്മൾ സേവിക്കുന്ന നമ്മുടെ ശ്രേഷ്ഠ ഇടയൻ എനിക്ക് വേണ്ടി ജീവനെ തന്നവനാണ്. അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവമാണ്. Praise the Lord. Hallelujah. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ തൻ ഒരു ആടായ നിലയിൽ ദാവീദ് തൻ്റെ ഇടയനിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തതാണെങ്കിൽ, അടുത്തത് ഈ ദാവീദ് ചില കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇനിയും താൻ അങ്ങോട്ട് പറയുകയാണ്. ഇത്രയും നേരം ഹല്ലേലൂയ അവൻ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുവെങ്കിലും he is now going to express what he want to say about him. 4-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് നോക്കിക്കേ. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. So he is starting to praise God. Hallelujah. Praising God for the shepherd's power. എൻ്റെ ഇടയൻ്റെ ശക്തി ഓർത്തിട്ട് എന്ത് ചെയ്യുകയാണ്? ഞാൻ praise the Lord, ദൈവത്തെ സ്തുതിക്കുകയാണ്. He is praising God because of a kind of a power that shepherd has shown to this sheep. അവൻ പറയുകയാണ്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും എനിക്ക് എന്ത് വരത്തില്ല? അനർത്ഥം വരികയില്ല. ഈ മലയാളത്തിലാണ് കൂരിരുൾ താഴ്വര എന്ന് പറയുന്നത്. എങ്കിൽ ഇംഗ്ലീഷിൽ പല ട്രാൻസ്ലേഷൻസിലും പറയുന്നത് എങ്ങനെയാണ്? ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ നിഴലിലൂടെ ഞാൻ സഞ്ചരിച്ചാലും എനിക്കൊരു അനർത്ഥവും വരികയില്ല. പ്രൈസ് ദി ലോർഡ്. മരണനിഴലിൻ താഴ്വരയിലൂടെ സഞ്ചരിച്ചാലും എനിക്കൊരു അനർത്ഥവും ഉണ്ടാകുകയില്ല. സോ ഹി ഈസ് വെരി അഫേമിങ് ദാറ്റ് ഹല്ലേലൂയ, മരണത്തിൻ്റെ താഴ്വരയിലൂടെ ഞാൻ കടക്കേണ്ടി വന്നാലും അവൻ എന്നെ കൈവിടുകയില്ല. ഞാൻ ഒരു നാളും അനാഥനായി പോകുകയില്ല. പ്രൈസ് കൂരിരുളിൻ്റെ താഴ്വരയിലൂടെ, മരണത്തിൻ്റെ ഷാഡോയിലൂടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രൈസ് നമ്മൾ പല ഷാഡോസിനെ കണ്ടിട്ടാണ് പേടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടിക്കുന്ന പട്ടിയുടെ നിഴൽ കണ്ടിട്ട് ആർക്കെങ്കിലും പേടി തോന്നുമോ? പ്രൈസ് ദി ലോർഡ്. കടിക്കുന്നൊരു പട്ടിയാണ്, പക്ഷേ നമ്മുടെ അടുത്ത് അതിൻ്റെ നിഴലേ ഉള്ളൂ. പേടിയുണ്ടാവോ? പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ പാമ്പിനെ കണ്ടിട്ട് അതിൻ്റെ നിഴൽ മാത്രം കണ്ടാൽ നമ്മൾ പേടിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, മരണത്തിൻ്റെ ഷാഡോ ഓഫ് ദി ഡെത്ത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ ഈ ചെറിയ നിഴൽ കണ്ടാൽ നമ്മളെന്താണ്? പേടിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. നിഴലിന് ശക്തിയില്ല. നിഴലിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിഴലിന് നമ്മളെ തൊടാൻ കഴിയത്തില്ല. നിഴലിന് നമ്മെ ആക്രമിക്കാൻ കഴിയത്തില്ല. പലപ്പോഴും ജീവിതത്തിൽ നിഴൽ കണ്ട് പേടിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ജീവിതത്തിൽ നിഴൽ കണ്ടിട്ട് പേടിച്ചു പോകുന്നവരാണ് നമ്മൾ. നിഴലിന് ഒരു പേടിയും നമ്മളെ പേടിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. മുമ്പ് പറഞ്ഞതുപോലെ പ്രൈസ് ദി ലോർഡ്, കടിക്കാൻ വരുന്ന പട്ടിയുടെ നിഴൽ കണ്ടിട്ട് അയ്യോ പട്ടി എന്ന് പറയേണ്ട കാര്യമുണ്ടോ? വേണ്ട. കാര്യം നിഴലിന് നമ്മെ തൊടാൻ കഴിയത്തില്ല. അത് തന്നെയാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത്. ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദി ഷാഡോ ഓഫ് ഡെത്ത്, പ്രൈസ് ദി ലോർഡ്, എൻ്റെ മുന്നിൽ ഹല്ലേലൂയ എന്നെ തീർക്കാനായി കഴിവുള്ള അല്ലെങ്കിൽ ഒരു ശക്തിക്കും എൻ്റെ മുന്നിൽ വരാൻ കഴിയത്തില്ല. ദിസ് ഈസ് മിയർലി എ ഷാഡോ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ജീവിതത്തിൽ ഇതുപോലെയുള്ള ഹല്ലേലൂയ സന്ദർഭങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോഴും ഈ കാണുന്ന ഹല്ലേലൂയ നിഴലുകളെ കണ്ടിട്ട് നമ്മൾ പേടിക്കാറില്ലേ? നിഴലുകളെ കണ്ടിട്ട് നാം പേടിച്ച് പിന്മാറാറില്ലേ? എന്നാൽ നിഴലിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഷാഡോ കാനോട്ട് അറ്റാക്ക് us. ഒന്നിൻ്റെയും നിഴലിന് നമ്മെ തൊടാൻ കഴിയത്തില്ല. അപ്പോൾ ദാവീദ് പറയുകയാണ്, ഇങ്ങനെയുള്ള ഒരു നിഴലിനകത്തൂടെ നടന്നാൽ പോലും എനിക്കൊരു അനർത്ഥവും സംഭവിക്കുകയില്ല. അടുത്തത് പറയുന്നത് ദ എവർ പ്രസൻസ്. ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടാൻ നീ എന്നോടുകൂടെ
Praise the Lord. The presence of the Lord is with us. Praise the Lord. Hallelujah. ഷെപ്പേർഡിൻ്റെ ഒരു വലിയ പ്രസൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ പ്രൊട്ടക്ഷൻ. പ്രൈസ് ദി ലോർഡ്. കൂടെ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ എത്ര ധൈര്യമാണ് നമുക്കുള്ളതെന്ന് അല്ലേ. ഞാൻ പണ്ട് ഓർപ്പിച്ചതാണെന്ന് തോന്നുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മോടൊപ്പം കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പം അവരോട് തന്നെ നീ പോയി ആ മാർക്കറ്റിൽ വരെ പോയി എന്തൊരു സാധനം മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പം അവർക്കൊരു പേടിയായിരിക്കും. കാരണം എന്താ, അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വണ്ടി കണ്ടെന്ന് വരും, അങ്ങോട്ട് വരുമ്പോൾ ആരെങ്കിലും അവരെ പിടിക്കാനായിട്ട് വരുന്നതെന്ന് തോന്നും. അവർക്ക് ആകെ ഒരു അങ്കലാപ്പാണ്. എന്നാൽ സാരമില്ല മോനെ, ഞാനിവിടെ കൂടെ വരാമെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്, ഒരു ധൈര്യമാണ്. പ്രൈസ് ദി ലോർഡ്. സാരമില്ല, ഞാൻ കൂടെ ഉണ്ടല്ലോ, നീ പേടിക്കണ്ട, ഞാൻ അപ്പ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ അമ്മ കൂടെ ഉണ്ട്, നീ ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രമാത്രം ധൈര്യപ്പെടുന്നുണ്ട്. ഒരു കാര്യം അവർക്കറിയാം, ദ പ്രസൻസ്, ദ എവർ പ്രസൻസ് ഓഫ് മൈ പാരൻസ് ആർ വിത്ത് മീ. അല്ല, എൻ്റെ പിതാവിൻ്റെയോ എൻ്റെ മാതാവിൻ്റെയോ സാന്നിധ്യം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നത് പോലെ തോന്നിയാലും ദ പ്രസൻസ് ഈസ് ഓൾവേസ് ഫോളോയിങ് മീ. ആ സാന്നിധ്യം എൻ്റെ കൂടെ എപ്പോഴും വരുന്നുണ്ട്. ആ സാന്നിധ്യം എന്നെ സഹായിക്കുന്നുണ്ട്. ദൂരെ നിന്നാണെങ്കിലും ആ പ്രസൻസ് ഈസ് ഓൾവേസ് ഗൈഡിങ് മീ. പ്രൈസ് ദി ലോർഡ്. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. കൂരുകൾ താഴ്വരയിലൂടെ നടക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നിയാലും അല്ല, ഐ ആം നോട്ട് അലോൺ, ഗോഡ് ഈസ് വിത്ത് മീ. പ്രൈസ് ദി ലോർഡ്. ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ എൻ്റെ കൂടെയുണ്ട്. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. നീ എന്നോട് കൂടെ ഇരിക്കുന്ന ദൈവം. നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ, നാം നിരാശപ്പെടുന്ന സാഹചര്യങ്ങളിൽ, നാം ഒറ്റയ്ക്കാകുന്ന സാഹചര്യങ്ങളിലും അവൻ എൻ്റെ കൂടെയുണ്ട്. ഒരുപക്ഷെ നാം തിരിച്ചറിയുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലായിരിക്കാം, ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ലായിരിക്കാം. എന്നാൽ അവൻ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണ്. അടുത്തത് പറയുന്നത്, അവൻ്റെ വടിയും കോലും എന്നെ എന്ത് ചെയ്യും, ആശ്വസിപ്പിക്കുക. എന്താണ് ഈ വടിയും കോലും? റോഡ് ആൻഡ് സ്റ്റാഫ്. പ്രൈസ് ദി ലോർഡ്. 2 സാധനങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇടയൻ്റെ കയ്യിൽ 2 സാധനങ്ങളുണ്ട്. ഒന്നാണ് റോഡ്, മറ്റൊന്ന് സ്റ്റാഫ്. പ്രൈസ് ദി ലോർഡ്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ദണ്ട് മാത്രമാണ്. കോലെന്ന് പറയും, അല്ലെങ്കിൽ വടി എന്ന് പറയും. അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഇച്ചിരി കട്ടിയുള്ള സാധനമാണ്. ഇത് ഏതെങ്കിലും വന്യമൃഗങ്ങൾ ഈ ആടിനെ പിടിക്കാൻ വന്നാൽ ഇതുകൊണ്ട് ഒരു അടി അടിച്ചാൽ എന്ത് ചെയ്യാം, അതിനെ രക്ഷിക്കാനായിട്ട് കഴിയും. അതിനാണ് ഈ വടി ഉപയോഗിക്കുന്നത്. റോഡ് ഈസ് യൂസ്ഡ് ഫോർ ദാറ്റ്. സ്റ്റാഫ് എന്തിനാണെന്നറിയാമോ? അത് ഇച്ചിരി നീളമുള്ളതാണ്. പ്രൈസ്, നല്ല നീളമുള്ളതാണ്. അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ചെറിയ ക്രോക്ക് പോലെ സാധനമുണ്ട്, ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് ഈ ആടുകളെ ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് കൊണ്ടുപോകുമ്പം ഈ ആടുകൾ വഴി തെറ്റാതിരിക്കാനായിട്ട് ഈ ആട്ടിടയൻ എന്ത് ചെയ്യും, ഈ നീളമുള്ളത് വെച്ച് ഇങ്ങനെ ഇതിനെ ഗൈഡ് ചെയ്യും. ഇങ്ങനെ അങ്ങോട്ട് തെറ്റിപ്പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ വലിയ സ്റ്റാഫ്. അപ്പോൾ 2 സാധനങ്ങൾ ഈ ഇടയൻ്റെ കയ്യിലുണ്ട്. എന്തൊക്കെയുണ്ട്? ദ റോഡ് ആൻഡ് ദ സ്റ്റാഫ്. വടിയും കോലുമുണ്ട്. വടി എന്തിനാ ഉപയോഗിക്കുന്നത്? ഈ ആടുകളെ ആക്രമിക്കാൻ വരുന്നതിനെ തകർക്കാൻ വേണ്ടിയാണ് ഈ വടി ഉപയോഗിക്കുന്നതെങ്കിൽ ദ സ്റ്റാഫ് ഈസ് യൂസ് ടു ഡയറക്റ്റ്. പ്രൈസ്, അതിനെ ഗൈഡ് ചെയ്യാനാണ് ഈ സ്റ്റാഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ആടായിരിക്കുന്ന ദാവീദ് വിളിച്ചു പറയുകയാണ്, എൻ്റെ മേൽ ആക്രമിക്കാൻ വരുന്ന ഹല്ലേലൂയ ഏത് മൃഗത്തെയും അതിനെ എതിർക്കാനുള്ള വടി എൻ്റെ ഇടയൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പോകുന്ന വഴിയിൽ ഞാൻ എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ, ഞാൻ എവിടെയെങ്കിലും വഴി തെറ്റിപ്പോയാൽ എന്നെ വഴി തെറ്റാതിരിക്കാൻ ഗൈഡ് ചെയ്യാനുള്ള ഒരു കോലും അവൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയെങ്കിൽ പ്രൈസ് ദാവീദ് വിളിച്ചു പറയുകയാണ്, എൻ്റെ മേൽ ശത്രു കയറി വന്നാലും, ശത്രു എന്നെ ആക്രമിക്കാൻ വന്നാലും ഞാൻ പേടിക്കണ്ട, എൻ്റെ ഇടയൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ഞാൻ ഇനിയും വടിയെങ്ങാനും തെറ്റിപ്പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ പേടിക്കണ്ട, എൻ്റെ ഇടയൻ്റെ കയ്യിൽ ഒരു കോലുണ്ട്, അതിനെ കൊണ്ട് എന്നെ ഗൈഡ് ചെയ്യും. സോ ഹി വിൽ പ്രൊട്ടക്ട് ആൻഡ് ഹി വിൽ ഗൈഡ് മീ. അവൻ എന്നെ സുരക്ഷിതമായി സൂക്ഷിക്കും, അവൻ എന്നെ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നു. സോ കൂരിലുള്ള താഴ്വരയിലൂടെ നടന്നാലും ഞാൻ പേടിക്കണ്ട, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. മാത്രവുമല്ല അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. വീണ്ടും ദാവീദ് തൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ പ്രൊവിഷനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് എന്തൊരുക്കുന്നു? വിരുന്നൊരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. You prepare a table before me in the presence of my enemies. എൻ്റെ ശത്രുക്കൾ ഇങ്ങനെ AK-47 പിടിച്ചുകൊണ്ട് എന്നെ ഇങ്ങനെ വെടിവെക്കാൻ നിൽക്കുമ്പോൾ ഞാൻ അതിൻ്റെ നടുക്കിരുന്നുകൊണ്ട് മേശയിലൊക്കെ ഇരുന്ന് ആരാംസെ സുഖമായിട്ടിരുന്ന് എന്ത് ചെയ്യുകയാണ്? പ്രൈസ് ദി ലോർഡ്, ഭക്ഷണം കഴിക്കുകയാണ്.
ഈ പട്ടാളക്കാരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ നോക്കിയാൽ ഈ യുദ്ധമുഖത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് യുദ്ധമുഖത്തൊക്കെ നിൽക്കുന്ന പട്ടാളക്കാരുടെ ഭക്ഷണക്രമം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഹാസ്റ്റി മീലാണ്. അവർക്കിങ്ങനെ ഇരുന്ന് ടേബിളിലൊക്കെ സൊറയൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞൊരു കഴിപ്പില്ല. പ്രൈസ്. അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ സാധനം, ഒരു സാൻഡ്വിച്ച് പോലെ കിട്ടിയാൽ അത് ഓടുന്ന പോക്കിൽ തന്നെ എന്ത് ചെയ്യണം, കഴിച്ചോണ്ട് പോക്കോണം, അല്ലെങ്കിൽ പിന്നെ ഫുഡില്ല. പ്രൈസ് അല്ലോ. അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിലോ അവരുടെ ബാഗിലോ കരുതണം. എവിടെയെങ്കിലും അല്പം മിനിറ്റുകൾ സ്വസ്ഥമായി കിട്ടിയാൽ എടുത്ത് പെട്ടെന്ന് കഴിച്ചിട്ട് എന്ത് ചെയ്യണം, നീക്കണം. യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു പടയാളിക്ക് ഒരിക്കലും അവിടെ ഇങ്ങനെ പർവ്വതാനിയൊക്കെ വിരിച്ചിട്ട് എല്ലാവരും ഇവിടെ ചുറ്റിനും വട്ടം ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഹി ഈസ് ഓൾവേസ് അണ്ടർ എ സസ്പെക്ട്. അവനെ മേൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ചുറ്റിനും ആരാണ്, ശത്രുക്കൾ നിൽക്കുകയാണ്. സോ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ എനിമി എ സോൾജർ കനോട്ട് ഹാവ് എ വെരി ഡെലീഷ്യസ് മീൽ. അവിടെ ഇരുന്ന് ഒരു പെട്ടെന്ന് എന്തെങ്കിലും കൈ കിട്ടുന്നത് കഴിച്ചിട്ട് പോകണം എന്നതാണ് അവരുടെ നിയമമെങ്കിൽ, ഇവിടെ ദാവീദ് പറയുകയാണ്, ശത്രുക്കൾ എന്നെ ഇങ്ങനെ വെടിവെക്കാൻ നിൽക്കുമ്പോൾ ഞാൻ അതിൻ്റെ നടുക്കിരുന്നുകൊണ്ട് എൻ്റെ ശത്രുക്കളുടെ മധ്യേ എനിക്ക് എന്തൊരുക്കുന്നു, മേശയൊരുക്കുന്നു. സോ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ പ്രൊവിഷൻ ദാറ്റ് ഗോഡ് ഈസ് ഗിവിംഗ് ടു ഹിസ് പീപ്പിൾ. തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്ന കരുതൽ അതാണ്. ചുറ്റിനും നമുക്ക് ദോഷം വരുന്ന സാഹചര്യങ്ങളാണെങ്കിലും, ചുറ്റും നമുക്ക് അപകടമുണ്ടാകുന്ന മേഖലകളാണെങ്കിലും, ചുറ്റുപാടും നമുക്ക് പ്രതിസന്ധി നിൽക്കുന്ന സമയമാണെങ്കിലും, ഒരു ദൈവവേദനെ സംബന്ധിച്ച് അവൻ അതിൻ്റെ നടുവിൽ ഇരുന്നു കൊണ്ട് മേശയൊരുക്കുന്ന, അവൻ്റെ നടുവിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ, ദൈവസന്നിധിയിൽ നമുക്ക് മേശ ഒരുക്കുന്ന ഒരു ദൈവമാണ്. ശത്രുക്കൾ മുൻപാകെ, പ്രൈസ് ദി ലോർഡ്, അവർ നോക്കി നിൽക്കേ, നമ്മെ എതിർക്കുന്നവർ നോക്കി നിൽക്കേ കർത്താവ് നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ ചൊരിയുന്ന ദൈവമാണ്, മേശ ഒരുക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടും പ്രതിസന്ധികളായിരിക്കാം, നമ്മുടെ ചുറ്റുപാടും ഒത്തിരി പ്രതിസന്ധികളുടെ നടുവിലായിരിക്കാം നാം ആയിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ മേശ ഒരുക്കുന്ന ദൈവമാണ്. മാത്രമല്ല അവിടെ പറയുന്നത്, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പുരാതന കാലത്ത് ഉള്ള ഒരു സമ്പ്രദായമാണ്, ഒരു ഗസ്റ്റ് വന്നാൽ അവരെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ കാലയിലോ തലയിലോ എന്ത് ചെയ്യണം, അല്പം എണ്ണ ഒഴിച്ചാണ് ഇവരെ സ്വീകരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ കടന്നു വരുന്ന ആളുകൾക്ക് നമ്മൾ ചായയോ കാപ്പിയോ തണുത്ത വെള്ളമോ കൊടുക്കുന്നത് പോലെ പുരാതന കാലത്ത്, പ്രത്യേകിച്ച് ഈ പലസ്തീനിയൻ പ്രദേശങ്ങളിൽ ഒരാൾ ഗസ്റ്റായിട്ട് ഒരാൾ കയറി വരുമ്പോൾ, ഇസ്രായേലിൻ്റെ നടുവിൽ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ അവർ ഗസ്റ്റായിട്ട് കയറി വരുമ്പോൾ അവരെ ഹോണർ ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ തലയിലേക്ക് ഇച്ചിരി എന്ത് ചെയ്യണം, എണ്ണ ഒഴിക്കണം. അവരുടെ കാലയിൽ എന്ത് ചെയ്യണം, അല്പം എണ്ണ ഒഴിക്കണം. അതല്ലേ യേശുവിൻ്റെ അരികിൽ മറിയ ചെയ്തത്. തൻ്റെ സ്വച്ഛജടമാംസ തൈലം മുഴുവൻ എടുത്ത് യേശുവിൻ്റെ കാൽക്കൽ എന്ത് ചെയ്തു, പൂശി. ഇറ്റ്സ് എ പാറ്റേൺ, ഇറ്റ്സ് എ കസ്റ്റം ഓഫ് ഹോണറിങ് എ എസ്റ്റീം ഗസ്റ്റ്. ഏറ്റവും ഉന്നതനായ ഒരു അതിഥിയെ സ്വീകരിക്കുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇത്രമാത്രം പ്രതിസന്ധികളുടെ നടുവിലും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കുന്ന പ്രൊവിഷൻ എന്താണ്, ഹി വിൽ ട്രീറ്റ് മീ ആസ് എ ഗസ്റ്റ്. അവൻ എന്നെ ഒരു അതിഥിയെ പോലെ കരുതി എൻ്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത കാര്യം, എൻ്റെ സമയം മുമ്പോട്ട് പോവുകയാണ്. അടുത്ത കാര്യം പറയുന്നത്, എൻ്റെ പാനപാത്രം എന്ത് ചെയ്യുന്നു, നിറഞ്ഞ് കവിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് ഓൾസോ എ കസ്റ്റമറി പ്രാക്ടീസ്. ഒരു വീട്ടിലൊരു അതിഥി വന്നു കഴിഞ്ഞാൽ ആ അതിഥിയെ വളരെ പ്ലസൻറ്റ്ഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ, ഈ അന്ന് വീഞ്ഞ് കൊടുക്കുന്നൊരു പതിവുണ്ട്. അപ്പോൾ ഈ വീഞ്ഞ് എന്ത് ചെയ്യണം, കൊടുത്തുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിങ്ങനെ ഫുൾ ഗ്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ, നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പോകരുത്, ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പറയാനുള്ള ഒരു സൂചനയാണ് ഏത്, ഫുള്ള് ഗ്ലാസ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അതിഥി കുറേ നേരമായിട്ടും ഇവിടെ നിന്ന് പോകുന്നില്ലല്ലോ, സ്റ്റാൻഡ് വിടുന്നില്ലല്ലോ എന്ന് കാണുമ്പോൾ അകത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഹാഫ് ഗ്ലാസ്. എന്ത് ചെയ്യും, കുറച്ച് കൊടുക്കും. അപ്പം അത് മനസ്സിലാക്കിയിട്ട് അതിഥി എന്ത് ചെയ്യണം, അവിടെ പിന്നെ വട്ടം കറങ്ങി നിൽക്കാതെ പൊക്കോണം. ഇതൊരു പ്രാക്ടീസാണ്. പ്രൈസ്. രണ്ട് രീതിയിലുള്ള പ്രാക്ടീസ് ഉണ്ട്. ഒന്ന്, നമുക്കറിയാം കാനാവിലെ കല്യാണത്തിൽ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രാക്ടീസ് ആസ് പെർ ദി നോംസ് ഇളം വീഞ്ഞ് എന്ത് ചെയ്യണം, കൊടുക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്, വീഞ്ഞ് തീരാറായി, ഇനി സ്റ്റാൻഡ് പിടിച്ച് നിൽക്കരുത്, പെട്ടെന്ന് അങ്ങ് പൊക്കോണം എന്ന് പറഞ്ഞ് ഇളം വീഞ്ഞ് എന്ത് ചെയ്യുന്നത്, അവിടെ കൊടുക്കുന്നത്. അതൊരു പ്രാക്ടീസ്. മറ്റേ പ്രാക്ടീസാണ് പ്രൈസ് ഹാഫ് ഗ്ലാസ് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇനി വീഞ്ഞൊന്നും ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ഥലം വിടാം എന്നുള്ള രീതിയിൽ പറയാനുള്ളൊരു ടെക്നിക്കാണ്. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. സോ ഹി വിൽ ട്രീറ്റ് മീ ലൈക്ക് എ വെരി ഹോണറി പേഴ്സൺ. ഹി വിൽ ഫിൽ മൈ കപ്പ്. ഹല്ലേലൂയ. ഹി ഈസ് ഹാപ്പിലി ട്രീറ്റിംഗ് മീ. എൻ്റെ ദൈവം എത്രയോ
സന്തോഷത്തോടെയാണ് എനിക്ക് വേണ്ടി കരുതുന്നത്. മോനെ, നീ പോകാറായില്ലടാ, മതിയടാ നിനക്കെന്ന് ദൈവം പറയുന്നില്ല. ദൈവം നമുക്ക് മതിയാവോളം തരാൻ കഴിവുള്ള ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അപ്പോൾ ദാവീദ് പറയുകയാണ്, എത്ര പ്രതിസന്ധി വന്നാലും he is a God who will give me, who will honor me and he will fill my cup. എൻ്റെ പാനപാത്രം എപ്പോഴും നിറഞ്ഞു തന്നെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. അവസാനമായ സങ്കീർത്തനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത് ഇന്നത്തേക്ക് വേണ്ടിയല്ല. പ്രൈസ്. എൻ്റെ ആയുഷ്കാലം മൊത്തം He promises a help for today. That doesn't mean that He will stop, He will cease His promises for tomorrow. നാളത്തേക്ക് വേണ്ടിയുള്ള എൻ്റെ വാഗ്ദത്തങ്ങൾ അവൻ നിർത്തം ചെയ്യുന്നില്ല. ഇന്ന് കരുതിയ ദൈവം നാളെ എന്നെ കരുതും. ഇന്ന് കരുതുന്ന ദൈവം നാളത്തെ പ്രതിസന്ധിയിലും എന്നെ കരുതും. ഇന്നത്തെ വിഷയത്തിൽ ദൈവം എനിക്ക് പരിഹാരം തന്നെങ്കിൽ നാളത്തെ പ്രശ്നത്തിലും ദൈവം എനിക്ക് പരിഹാരം തരും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഹല്ലേലൂയ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്ന് പറഞ്ഞാൽ ഇന്ന് തരുന്ന പ്രൊവിഷൻ നാളെയും തരാൻ ദൈവത്തിന് കഴിയും. ഇന്ന് തരുന്ന പ്രൊവിഷൻ ഇന്നും കൊണ്ട് തീരത്തില്ല. അത് നാളെ ദൈവം പുതുതായി നമുക്ക് നൽകുന്ന ദൈവമാണ്. അങ്ങനെ ഇങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒറ്റ കണ്ടീഷൻ ലാസ്റ്റിൽ ദാവീദ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ യഹോവയുടെ ആലയത്തിൽ, യെസ്, ഈ ആയുഷ്കാലം മുഴുവൻ എന്നെ പോറ്റുന്ന ഒരു ദൈവത്തെ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ ആലയത്തിൽ, പ്രൈസ് ദി ലോർഡ്, ദീർഘകാലം വസിക്കുക എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും കാര്യം നടക്കുമ്പോൾ പിന്നെ ദൈവത്തെയും വേണ്ട, ആരെയും വേണ്ട. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, പച്ചയായ പുൽപ്പറങ്ങളിൽ കിടത്തുമ്പോഴും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുമ്പോഴും ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുമ്പോഴും എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോഴും, ഹല്ലേലൂയ, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുമ്പോഴും കൂരിൽ താഴ്വരയിലൂടെ നടക്കുമ്പോഴും, ഹല്ലേലൂയ, ഒരു കാര്യം ഞാൻ ഉറപ്പ് വരുത്തുകയാണ്: ഞാൻ എൻ്റെ ആയുഷ്കാലം മുഴുവനും ദൈവത്തിൻ്റെ ആലയത്തിൽ, ദൈവ സാന്നിധ്യമുള്ള ഇടത്ത് നിന്ന് മാറത്തില്ല. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം നന്മകൾ ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവം നന്മകൾ തരും. നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ ദൈവം തരും. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ സാധാരണ ഞാൻ പറയുന്നത് പോലെ ഒരു ATM മെഷീൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്ന പോലെ നിൽക്കരുത്. ഒരു ടെല്ലർ മെഷീൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്ന പോലെ ഇങ്ങോട്ട് താ എന്ന് പറയാൻ പോലെ ദൈവത്തിന് മുമ്പിൽ നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ദീർഘകാലം അവൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിൽ ഞാൻ നിൽക്കുമെന്ന ഉറപ്പ് നമുക്ക് നൽകാനായിട്ട് കഴിയണം. നമ്മൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ, നന്മകൾ പ്രാപിക്കുമ്പോൾ, ആ നന്മ പ്രാപിച്ചിട്ട് ദൈവസ്ഥലിൽ തിരിഞ്ഞു നോക്കാത്ത ഒരുവനായി തീരരുത്. ദൈവസ്ഥലിൽ നന്മ പ്രാപിക്കുമ്പോഴും അനുഗ്രഹം പ്രാപിക്കുമ്പോഴും ദൈവത്തിന്റെ പ്രൊവിഷൻസ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴും ഒരു കാര്യത്തിൽ നാം ഉറപ്പ് വരുത്തണം: ഞാൻ ആലയത്തിൽ, പ്രൈസ് ദൈവത്തിന്റെ സന്നിധിയിൽ അവനോടൊപ്പം ദീർഘനാൾ വസിക്കും. ഈ രാത്രികാലം പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ഒരു ആഹ്വാനം ഞാൻ ചോദിക്കുകയാണ്. ഒരു ഓൾട്ടർ കോൾ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള നന്മകൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള വാഗ്ദത്തങ്ങൾ അത് നിവർത്തിയാകും. പക്ഷെ വൺ കമ്മിറ്റ്മെൻറ്റ് ദാറ്റ് യു നീഡ് ടു മേക്ക് ടു നൈറ്റ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഒരു തീരുമാനത്തോടെ നിങ്ങൾ പോകണം: എൻ്റെ ആയുസ് ഞാൻ ദൈവത്തിന് വേണ്ടി നൽകും. എൻ്റെ ആയുസ് ഞാൻ ദൈവത്തിന് വേണ്ടി നൽകും. എൻ്റെ ആയുസ് മുഴുവൻ ദീർഘകാലം ഞാൻ യഹോവയുടെ ആലയത്തിൽ വസിക്കുമെന്നുള്ള തീരുമാനത്തോടെ എത്ര പേർക്ക് പോകാനായിട്ട് കഴിയും? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടച്ചാട്ട്. ഹല്ലേലൂയ. എന്നെ സ്വസ്ഥതയോടെ നടത്തുന്ന, എന്നെ പച്ച തകിടിയിൽ കിടത്തുന്ന, എനിക്ക് വേണ്ടതുള്ള എല്ലാ പ്രൊവിഷൻസും തരുന്ന എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, അവനോടൊപ്പം ദീർഘനാൾ അവൻ്റെ ആലയത്തിൽ, അവൻ്റെ സന്നിധിയിൽ ഇരിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ദൈവികമായ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കർത്താവ് നമ്മെ സഹായിക്കും.